മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവുമായിട്ടുള്ള ലിഖാഇന് സന്ധിക്കലിന് പോയി. ജനത മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പമല്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തത്രപ്പെട്ടു പോയി, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ ആ വിഷയത്തിൽ ചോദ്യം ചെയ്തതാണ് വമാ അഅജലക അൻ ഖൗമിക യാ മൂസ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഹും ഉലായി അല അസരി, അവർ അക്കൂട്ടർ എൻ്റെ പിറകെയുണ്ട്. വ അജിൽതു ഇലൈക റബ്ബി ലിതർദ, ഞാൻ വേഗത്തിൽ നിന്നിലേക്ക് വന്നത് നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാകുന്നു. ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക്, താങ്കളുടെ ജനതയെ നാം പരീക്ഷിച്ചിരിക്കുന്നു തീർച്ചയായും. മിൻ ബഅദിക്, താങ്കളുടെ ശേഷം, താങ്കൾ പോകുന്നതിന് ശേഷം. വ അദല്ലഹുമുസ് സാമിരി, സാമിരി അവരെ പിഴപ്പിച്ചിരിക്കുന്നു, തെറ്റിച്ചിരിക്കുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള ഈ അറിയിപ്പ് ഏറ്റ് ഫറജ മൂസ ഇലാ ഖൗമിഹി, ഫറജ അതിൽ പിന്നെ റജ മടങ്ങി, മൂസ മടങ്ങി എവിടേക്ക്? ഇലാ ഖൗമിഹി, തൻ്റെ ഖൗമിലേക്ക് മടങ്ങി. എങ്ങനെ മടങ്ങി? ഗദ്ബാന അസിഫ, ഗദ്ബാന അസിഫ എന്നാണ് എന്താ? ഗദ്ബാൻ, ഗദ്ബാൻ എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യമുള്ള ആൾ, ഗദ്ബാൻ ഫഅലാൻ വസനാണ്. ഗാദിബ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ച ആൾ. ഇത് ഗദ്ബാൻ എന്ന് പറഞ്ഞാൽ നന്നായി ക്ഷുഭിതനായിട്ട്, നന്നായി ദേഷ്യം പിടിച്ചിട്ട്. അസിഫ, അസിഫ എന്ന് പറഞ്ഞാൽ, അസിഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ദേഷ്യം പിടിച്ചു എന്ന് അർത്ഥമുണ്ട്, ദുഃഖിച്ചു എന്ന് അർത്ഥമുണ്ട്, വിഷമം, നന്നായി വിഷമിച്ച്. ഇവിടെ ഗദ്ബാന അസിഫ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയാണ് നന്നായി ദേഷ്യം പിടിച്ച്, നന്നായി ദേഷ്യപ്പെട്ട് എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ട് പദം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, നല്ല വിഷമം ഉണ്ടായിരുന്നു, നല്ല വിഷമവും ഉണ്ടായിരുന്നു. ആസിഫ് എന്ന് പറഞ്ഞെങ്കിൽ വിശുദ്ധ ഖുർആൻ ഫലമ്മ ആസഫൂന ഇൻതഖംനാ മിൻഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അവർ നമ്മളെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ നാം അവരോട് പ്രതികാരം ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെ ആസഫൂന, ആസഫൂന എന്നുള്ളത് ആസഫ, അതാണ് ഇതിൽ നിന്നുള്ള ക്രിയ. ആസഫ, അവിടെ ആസഫ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിച്ചു എന്നാണ്. അപ്പോൾ ആസഫ എന്നുള്ളിൽ ദേഷ്യം പിടിപ്പിച്ചു എന്ന് അർത്ഥമുണ്ട്. അതേപോലെ തന്നെ പിന്നെ അതിന് ദുഃഖിച്ചു, വിഷമിച്ചു എന്നും അർത്ഥമുണ്ട്. തയ്യും അല്ല കുലി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനതയിലേക്ക് മടങ്ങി, നന്നായി ദേഷ്യം പിടിച്ചവനായി, വിഷമമുള്ളവനായി. അതെന്തുകൊണ്ടാണ് ദേഷ്യം, എന്തുകൊണ്ടാണ് വിഷമം? സാമിരി ഇവരെ പഴപ്പിച്ചു എന്ന് കേട്ടപ്പോഴാണ്. കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ഈജിപ്തിൽ പെടാപ്പാട് പെട്ടത് അല്ലേ? എന്നിട്ട് അവരെ ഫിറഔന്റെ ആ കിരാത മർദ്ദനത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് കൊണ്ടുവന്ന് അത്ഭുതങ്ങൾ പലതും കാണിച്ച് അനുഗ്രഹങ്ങൾ പലതും അനുഭവിപ്പിച്ച് മറുകരയിലേക്ക് കൊണ്ടുവന്നാണ്, സമുദ്രമാർഗേണ. എന്നിട്ട് ഈ മറുകരയിൽ സീനായിൽ കുറേ അനുഗ്രഹങ്ങൾ അവർക്കുണ്ട്, കുറേ അത്ഭുതങ്ങൾ അവർ ദർശിക്കുന്നുണ്ട്. അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ വഴിയാതാരാക്കി പോന്നിട്ടില്ല. പിന്നെയോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഒരാളെ നിർത്തിയിട്ടാണ് പോന്നിട്ടുള്ളത് അവരെ മാർഗം കാണിക്കാൻ. അതാരാ? ഹാറൂനെ ചുമതല ഏൽപ്പിച്ചിട്ട് പോന്നതാണ്. എന്നിട്ടും അവരെ പഴപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ദേഷ്യം പിടിച്ചത്, അതാണ് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കിയത്. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രകൃതി എന്താ? അവിടെ മീആദ് എത്രയാണ്? മീആദ് 30, പിന്നെ 10, 40 മനസ്സിലല്ലേ? ദുൽഖഅദ മാസവും ദുൽഹജ്ജിൻ്റെ 10 എന്നാണ് ചരിത്രത്തിൽ. ആ മിയാദ് പ്രകാരമാണ് അള്ളാഹു പിന്നെ എന്ത് ചെയ്തിട്ടുള്ളത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോന്നിട്ടുള്ളത്. പക്ഷേ അതിൽ ഇത് എത്ര ദിവസം ആയപ്പോഴാണ് ഇത് എന്നുള്ളത് അത് നമുക്ക് മനസ്സിലായിട്ടില്ല. അതിന് മുമ്പ് കഴിഞ്ഞു പോയി. ഫിറഔനെ മുക്കിക്കൊന്ന് അതൊക്കെ കഴിഞ്ഞ് ഇവർ സൈനായിൽ എത്തിയതിന് ശേഷം അത് മുഹറത്തിൽ നടന്നു കഴിഞ്ഞു, ഖലാസ്. പിന്നെ ഇവർ സൈനായിലെത്തി. സൈനായിൽ ഇവരുടെ ജീവിതം തുടരവെയാണ് എന്ത് ചെയ്യണത്? 40 ദിവസത്തെ ഒരു മിയാദിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ജാനിബ് തൂറുൽ ഐമൻ, തൂർ പർവ്വതത്തിൻ്റെ ആ വലത് ഭാഗത്തേക്ക് ക്ഷണിക്കുന്നത്. അതിലേക്ക് പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയതാണ്. അത് വേറെ, ഇത് വേറെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷുഭിതനായി വിഷമിതനായി വന്നപ്പോൾ കാണുന്നത് കാഴ്ചയാണ്. എന്താ കാഴ്ച? ഇവർ സാമിരിയാൽ പരീക്ഷിക്കപ്പെട്ടത് പശുക്കുട്ടിനെ ആരാധിക്കുന്നത്. ഇജിലിന് എന്ന പശുക്കുട്ടിയാണ്, കളക്കുട്ടിയാണ്, നോക്കാം. കാല, അപ്പോൾ ഇത് കണ്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു യാഖൗം, ദയാഖൗം, എൻ്റെ സമൂഹമേ, എൻ്റെ സമൂഹമേ. യാ ഖൗമീ എന്നാണ്, എൻ്റെ സമൂഹമേ. ആ ഖൗമീ എന്നുള്ള യാ കളഞ്ഞിട്ടാണ് ഇവിടെ കെസർ കൊടുത്തത്. അലം യഈദുക്കും റബ്ബുക്കും വഅദൻ ഹസനൻ,
എന്താ അലം യഈദുക്കും, നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടില്ലേ. അലം യഈദുക്കും, യഈദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു, നൽകും എന്നാണ്. വഅദ എന്നുള്ളതാണ് ഭൂതകാലക്രിയ. വഅദ എന്നാണ് എന്താ? വാഗ്ദാനം നൽകി. അതിൻ്റെ വർത്തമാന ഭാവി കാലക്രിയയാണ് എന്ത്? യഈദു. വഅദ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം നൽകി, യഈദു എന്ന് പറഞ്ഞാൽ വാഗ്ദാനം നൽകുന്നു, നൽകും അല്ലേ. യഈദുക്കും, നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു, നൽകും എന്നാണ്. അതിനു മുമ്പിൽ ആര് വന്നു? ലം വന്നു. അപ്പൊ ലം യഈദുക്കും എന്ന് പറഞ്ഞാൽ എന്താ? ലം വന്നിട്ടുണ്ടെങ്കിൽ ഈ വർത്തമാന ഭാവ കാലക്രിയൻ്റെ മീനിങ് നേരെ ഭൂതകാലക്രിയൻ്റെ മീനിങ് ആയി മാറും. ലം യഈദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നർത്ഥം. ലം യഈദ് എന്ന് പറഞ്ഞാൽ മാ വഅദ, വാഗ്ദാനം ചെയ്തിട്ടില്ല. ഓക്കെ, അതിനുമ്പിൽ ആ വന്ന് അലം യഈദുക്കും. അറബി ഭാഷൻ്റെ ഒരു പ്രത്യേകതയാണിത്. എന്താ? ലം യഈദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. വർത്തമാന ഭാവി കാലക്രിയൻ്റെ അർത്ഥം ഭൂതകാലക്രിയയുടെ അർത്ഥമായി മാറും. അതൊന്ന്. രണ്ട്, അതിനു മുമ്പിൽ ആ വന്നാൽ നിരാകരണം എന്തായി മാറി? സ്ഥിരീകരണമായി മാറി. നിരാകരണം സ്ഥിരീകരണമായി. അപ്പൊ അലം യഈദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്ന ചോദ്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നോക്കിയാൽ എന്തൊക്കെ മാറ്റങ്ങൾ. വർത്തമാന ഭാവി കാലക്രിയൻ്റെ അർത്ഥം ഭൂതകാലക്രിയൻ്റെ അർത്ഥമായി മാറി ലം വന്നതോടുകൂടി. അതിനുള്ളിൽ ആ വന്നതോട് കൂടിയിട്ട് എന്തായി? നിരാകരണം സ്ഥിരീകരണമായി മാറി. അതെല്ലായിടത്തും അങ്ങനെ, വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും. ഇപ്പൊ അലം നശ്റഹ് ലക സദ്റക്, എന്താ? അലം നശ്റഹ് സദ്റക് എന്ന് പറഞ്ഞാൽ ഖദ് ശറഹ്നാ, തീർച്ചയായും നാം നിങ്ങൾക്ക് വിശാലമാക്കി തന്നിട്ടുണ്ടെന്നാണ്. അലം യജിദ്ക യതീമൻ ഫആവ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? ഖദ് വജദ്നാക, തീർച്ചയായും നാം നിങ്ങളെ യതീമായി കണ്ടെത്തി, അപ്പോൾ താങ്കൾക്ക് അഭയം നൽകി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും ഈ വർത്തമാന ഭാവി കാലക്രിയൻ്റെ മുന്നിൽ അലം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാറ്റം നിരാകരണത്തെ സ്ഥിരീകരണമാക്കും. അതേപോലെ തന്നെ പിന്നെ ഈ മീനിങ് ഭാവിയിൽ നിന്നുള്ളത് അത് ഭൂതകാലത്തേക്ക് മാറും. അലം യഈദുക്കും, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ലേ. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്. വഅദൻ ഹസന, നിങ്ങളുടെ റബ്ബ് എന്ന് പറയുമ്പോൾ അവിടെ എന്തിനാണ്? അവർ ഓർക്കാനാണ്. ആ റബ്ബാണ് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. ആ റബ്ബാണ് സമുദ്രം പിളർന്നപ്പോൾ അതിലൂടെ അവരെ പരിരക്ഷിച്ച് മറുകരയിൽ എത്തിച്ചത്. ആ റബ്ബാണ് അവർക്ക് സൈനായിൽ കാർമുകിലുകൾ കൊണ്ട് തണൽ വിരിച്ചത്. അവർക്ക് അവിടെ ടെൻറ്റില്ല, പെരല്ല, ഒന്നുമില്ല. തലക്ക് മുകളിൽ ശൂന്യാകാശം, താഴെ മരുഭൂമി പറഞ്ഞാൽ അത് കൃത്യമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മേഘ കീറുകൾ കൊണ്ടുവന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാണ്? ഭവനങ്ങളെന്ന പോലെ താമസ സൗകര്യം ഉണ്ടാക്കി. തിന്നാനൊന്നുമില്ല. അപ്പം മെന്നയും സൽവയും നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സുഭിക്ഷമായ പോഷണമുള്ള നല്ല ഭക്ഷണ സുഭിക്ഷമാക്കി അവരുടെ ജീവിതം. അപ്പോൾ അതാണ് നിങ്ങളുടെ റബ്ബ്. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തില്ലേ. എന്ത്? വഅദൻ ഹസനൻ. വഅദൻ ഹസനൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വാഗ്ദാനം, നല്ല വാഗ്ദാനം. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നല്ല ഒരു വാഗ്ദാനം നൽകിയിട്ടില്ലേ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് ഒരു സുന്ദരമായ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്താ ഈ സുന്ദരമായ വാഗ്ദാനം? സുന്ദരമായ വാഗ്ദാനം അവർക്ക് തൗറാത്ത് നൽകാമെന്നുള്ളതാണ്. ആ തൗറാത്തിലാണ് അവർക്ക് ഇഹപര ക്ഷേമമുള്ളത്, നന്മയുള്ളത്. അവരുടെ ഇഹത്തെയും പരത്തെയും ക്ഷേമകരമാക്കുന്ന തൗറാത്തിനെ നൽകാം എന്നുള്ളതാണ് അവർക്ക് നൽകിയ വഅദൻ ഹസന. അതാണ് ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുന്നത്. അത് വാങ്ങാനാണ് മൂസ പോയത്. അത് വാങ്ങാനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയത്. എന്നിട്ട് നിങ്ങളുടെ ആ റബ്ബിനെ ഒഴിവാക്കിയിട്ടാണ് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ കാളക്കുട്ടിയെ നിങ്ങൾ പിന്നെ പൂജിക്കുന്നത് എന്നുള്ള ഇത് അവരെ കുറ്റപ്പെടുത്താനാണ്. അലം യഈദുക്കും വഅദൻ ഹസന.